ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പാലസ്തീൻ തീവ്ര നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അബു ഹംസ എന്ന നാജി അബ് സെയ്ഫാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽഖുസ് ബ്രിഗേഡിന്റെ സൈനിക വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹവും കുടുംബം കൊല്ലപ്പെട്ടത്. മരണവിവരം PIJയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചായിരുന്നു 25-കാരനായ ഹംസ കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ഇയാളുടെ കൂടെ ഭാര്യയായ ഷൈമ മഹ്മൂദ് വാഷയും ഉണ്ടായിരുന്നു. മരണത്തിന് ഒരാഴ്ച മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടന്നിരുന്നത്. അബു ഹംസയുടെ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ബസ് ഡ്രൈവർ ആയിരുന്ന ഹംസ പാലസ്തീൻ ഇസ്ലാമിക ജിഹാദിന്റെ മുൻനിരയിലേക്ക് പ്രധാനമായിട്ടും എത്തിയത് വളരെ വേഗത്തിലായിരുന്നു. മാത്രമല്ല, ജിഹാദി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു അബു ഹംസ. വെസ്റ്റ് ബാങ്ക്, ഗാസ, ഇന്നത്തെ ഇസ്രയേലിന്റെ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുത്തി പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1981-ൽ ഈജിപ്തിലെ പാലസ്തീൻ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പാലസ്തീൻ ഇസ്ലാമിക ജിഹാദ് എന്നത്.